You are watching 24. There may and likely will come a time in which we have both an airborne disease that is deadly. And in order for us to deal with that effectively, we have to put in place an infrastructure, not just here at home, but globally, that allows us to see it quickly, isolate it quickly, respond to it quickly. And it also requires us to continue the same path of basic research that is being done here at the NIH, that Nancy is a great example of, so that if and when a new strain of flu, like the Spanish flu, crops up 5 years from now or a decade from now, we've made the investment. And we're further along to be able to catch it. It is a smart investment for us to make. It's not just insurance. It is knowing that down the road we're going to continue to have problems like this, particularly in a globalized world, where you move from one side of the world to the other in a day. Hello, namaskaram. How can you argue on that? ബറാക് ഹുസൈൻ ഒബാമ 2014 പറഞ്ഞ വാക്കുകളാണിത്. എത്രത്തോളം ദീർഘവീക്ഷണമാകാം ഒരു ഭരണാധികാരിക്ക് എന്നതിന്റെ ചൂണ്ടുപലകയായി ഈ വാക്കുകളെ കണക്കാക്കാം. രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ നയങ്ങളെ രൂപീകരിക്കണമെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഒബാമ. വടക്കൻ ആഫ്രിക്കയിൽ എബോള പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഒബാമയിൽ നിന്നുണ്ടായത്. ഒരു പുത്തൻ ഫ്ലൂ വകഭേദം 5 വർഷത്തിനിടയിൽ കണ്ടെത്താനിടയായാൽ അതിനെ നേരിടാൻ മികച്ച അടിസ്ഥാന സൗകര്യവും തന്ത്രങ്ങളും ആവശ്യമാണെന്ന ഒബാമയുടെ വാക്കുകളുടെ പ്രവചന സ്വഭാവമാണ് ഇന്ന് ലോകത്തെ അതിശയിപ്പിക്കുന്നത്. അമേരിക്കയിൽ പുതുപുലരി, ഇതാണ് ഇന്നത്തെ വിഷയം. എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്ജ് ബ്രോക്കറേജിലേക്ക് സ്വാഗതം. I pledge to be a president who seeks not to divide but unify, who doesn't see red states and blue states, only sees the United States, and work with all my heart, with the confidence of the whole people, to win the confidence of all of you. And for that is what America, I believe, is about. But while I may be the first woman in this office, I will not be the last. Because every little girl watching tonight sees that this is a country of possibilities. And to the children of our country, regardless of your gender, our country has sent you a clear message. Dream with ambition, lead with conviction, and see yourselves in a way that others may not, simply because they've never seen it before. But know that we will applaud you every step of the way. മഹാമാരിയും തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റൊരുപിടി വെല്ലുവിളികളും മാനസിക വിഷമങ്ങളും ഒക്കെ ചേർന്ന് അമേരിക്കയെ നയിക്കാനാണ് ജോ ബൈഡനും കമലാ ഹാരിസും എത്തുന്നത്. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് പാളിച്ച സംഭവിച്ചെന്ന വിമർശനം വ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈഡന്റെ കോവിഡ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. കോവിഡിനെ നേരിടുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയമായിരുന്നു. കോവിഡിനെതിരായ പ്രതിരോധത്തിൽ അമേരിക്കയ്ക്ക് പാളിച്ച പറ്റിയതെവിടെ? ലോകാരോഗ്യ സംഘടനയുമായി പിണങ്ങി അവർക്കുള്ള ഫണ്ട് നിർത്തിവെക്കുന്നത് വരെയുള്ള പിഴവുകളിൽ ലോകം അമേരിക്കയെ പഴിച്ചിരുന്നു. അമേരിക്കയുടെ നീക്കത്തെ മനുഷ്യവംശത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമെന്നാണ് ലാൻസെറ്റ് മാഗസിൻ പത്രാധിപർ റിച്ചാർഡ് ഹോട്ടൺ വിലയിരുത്തിയത്. കോവിഡ് പ്രതിരോധ നടപടികൾ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കാൻ കർമ്മസമിതി, അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സമർത്ഥനായ വൈസ് പ്രസിഡന്റ് എന്നാണ് ഒബാമ ജോ ബൈഡനെ വിശേഷിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് അമേരിക്കയിലാണ്. ഒട്ടേറെ പ്രചാരണ വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ചത് കോവിഡിനെ നേരിടുന്നതിൽ ട്രംപ് ഭരണകൂടത്തിനുണ്ടായ പരാജയമാണ്. മാസ്ക് ധരിക്കാതെ തെറ്റായ മാതൃക നൽകിയ ട്രംപിനെ പോലെയല്ല ബൈഡൻ എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ശ്രദ്ധിക്കണം. അവധി ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കണം.
ഇതൊക്കെ ബൈഡൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച കാര്യങ്ങളാണ്. ഡിസംബർ 28 അമേരിക്ക 4 വെല്ലുവിളികളെയാണ് നേരിടുന്നത്. ബൈഡന്റെ ട്വീറ്റ്: കോവിഡ്, സാമ്പത്തിക മാന്ദ്യം, കാലാവസ്ഥാ വ്യതിയാനം, വംശീയ നീതി എന്നീ വെല്ലുവിളികളാണ് തരണം ചെയ്യാനുള്ളതെന്ന് ബൈഡൻ തന്റെ അന്നത്തെ ട്വീറ്റിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ പോലും ട്രംപിന് തിരിച്ചടിയായ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചും 2 അഭിപ്രായങ്ങളുണ്ട്. അമേരിക്കയിലെ ആരോഗ്യ മേഖലയിൽ നിരവധി വർഷങ്ങളുടെ പരിചയമുള്ള താര സാജന്റെ വാക്കുകളിലേക്ക്. Trump administration has never dismissed the National Security Council completely, but a part of they had downsized and also reshuffled and reassigned some of the employees to other departments, but they were not totally disbanded. And it has an impact to some extent, yes, because when we had this pandemic at the beginning, in the we started experiencing this in the month of March, when we started getting the surge of the patients. We were unprepared because we were not equipped to deal the situation, and because of the lack of proper information which was not being provided appropriately. But once we were going through that surge, we were the equipments what was necessarily needed, that was PPE and everything stuff, the ventilators and everything was delivered, but it was a little bit delayed. And moreover, but we learned from this first how, and nobody knew how to deal with that situations, how to treat the patients and everything. But now we are going through the second surge, and we are getting patients more. The numbers are on the rise. The numbers are tested positive is on the rise, and also the patients getting admitted is getting on the rise. And so but we are now a little more equipped and more knowledge to deal the situation. തുടക്കത്തിലെ അമാന്തം ഒഴിച്ചാൽ ഭരണകൂടം ക്രിയാത്മകമായി തന്നെ മഹാമാരിയെ നേരിട്ടെന്ന് താരാസാജൻ പറയുമ്പോൾ മധു കൊട്ടാരക്കരയ്ക്കും ചിലത് പറയാനുണ്ട്. കേൾക്കാം. ഏകദേശം 6 വർഷം മുമ്പ് തന്നെ മഹാമാരികളെ തടുക്കുവാൻ അമേരിക്കയ്ക്ക് സ്വന്തമായി ഒരു സിസ്റ്റം വേണമെന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഒബാമ. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് കോവിഡ് അമേരിക്കയിലേക്ക് കടന്നുവരുന്നത്. കോവിഡിനെ കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപിന് പാളിച്ച പറ്റി. കോവിഡിനെ വളരെ ലാഘവത്തോടുകൂടിയാണ് പ്രസിഡന്റ് ട്രംപ് കണ്ടത്. മാസ്ക് ധരിക്കാതെയും കോവിഡിനെ പ്രതിരോധിക്കാൻ ലൈസോൾ പോലെയുള്ള സോപ്പ് ലായനികൾ ഉപയോഗിക്കാനുമൊക്കെ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അതുപോലെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുള്ളവരുടെ പരക്കെ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ഭരണാധികാരിയുമായിരുന്നു ട്രംപ്. ഇതിനെല്ലാം ട്രംപിന് തെരഞ്ഞെടുപ്പിന് കനത്ത വില കൊടുക്കേണ്ടിയും വന്നു. 2017 തന്റെ വൈസ് പ്രസിഡന്റ് പദവിയിലെ കാലാവധി പൂർത്തിയാക്കി ജോ ബൈഡനും ഭാര്യയും ജന്മഗൃഹമായ ഡെലവേറിലേക്ക് ആംട്രാക്ക് ട്രെയിനിൽ പോകുന്ന ദൃശ്യമാണ് ഇപ്പോഴെന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പുറപ്പെട്ട അന്നത്തെ യാത്ര വെറുതെ ആയില്ല. വർദ്ധിത വീര്യത്തോടെയാണ് അമേരിക്ക എന്ന ജനാധിപത്യ രാജ്യത്തെ നയിക്കാൻ ജോ ബൈഡൻ എത്തുന്നത്. അതേ ആംട്രാക്ക് ട്രെയിനിലാവുമോ ബൈഡൻ തിരികെ എത്തുക എയർഫോഴ്സ് വണ്ണിലേക്ക്? സാധാരണക്കാരന്റെ ജീവിത രീതികൾ പിന്തുടരുന്ന ബൈഡൻ ആരോഗ്യരംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് ചെയ്യുമെന്നാണ് പൊതുജനം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത, ആദ്യ ദക്ഷിണേഷ്യക്കാരി, ആദ്യ ഇന്ത്യക്കാരി. വിശേഷണങ്ങൾ ഏറെയാണ് കമലാ ഹാരിസിന്. വിശേഷണങ്ങൾ കൊണ്ടുള്ള പൊൻതൂവലുകൾക്കപ്പുറം വിവേചനത്തിന്റെ കടുത്ത നാളുകളിൽ കൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ് കമലയെന്ന രാഷ്ട്രീയക്കാരി. ചെറുപ്പത്തിൽ കറുത്തവളായതിനാൽ തനിക്കൊപ്പം കളിക്കാൻ പോലും വെള്ളക്കാരായ പല കുട്ടികളെയും അനുവദിച്ചിരുന്നില്ലെന്ന് കമല തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളർച്ചയുടെ ഓരോ പാതയിലും ഇത്തരത്തിലൊരു സമീപനത്തിന്റെ ഇരയായിരുന്നു കമല. ഒരുപാട് സ്വപ്നങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്ന് 7ാം കടലിനക്കരെ എത്തിയ ശ്യാമള ഗോപാലന്റെ മകളെന്നതിൽ ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് കമലാ ഹാരിസ്. ഐ ഹാവ് എ ഡ്രീം എന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ സ്വന്തമായി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന വനിതയാണ് കമലാ ഹാരിസ്. കമല എന്ന പേര് പോലും ഉച്ചാരണ ശുദ്ധിയോടെ പറയാൻ ട്രംപ് അടക്കമുള്ള നേതാക്കൾ കമലാ ഹാരിസിനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. കമല, ഖമാല, ഖമാലല എന്നിങ്ങനെ വികലമായി തന്റെ പേര് ചുരുക്കുന്നത് കെട്ടുമടുത്ത കമലാ ഹാരിസിന് ചെറിയ കുട്ടികളെ കൊണ്ട് തന്റെ പേര് കൃത്യമായി പറയിച്ച് മുതിർന്നവരെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. Even Kamala,
You have to pronounce it exactly right, otherwise she gets very upset, even though she can't pronounce it right. You saw that the other And Elizabeth and Kamala, or what, Kamala, I don't know. Kamala. Senator Kamala Harris. It's not Kamala. It's not Kamala. It's not Kamala. It's Kamala. Kamala Harris. I'm Kamala Harris, and I approve this message. പണ്ട് ബരാക് ഒബാമയ്ക്കും ഇതേ അനുഭവമുണ്ടായത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ പേര് പല രീതിയിൽ ഉച്ചരിച്ച് തന്നെ അപമാനിച്ചതായാണ് ഒബാമ പറഞ്ഞത്. They called me all sorts of things. They called me Alabama. They called me Yo Mama. I had to explain now to Obama. ഒടുവിൽ അമേരിക്ക എന്ന ബൃഹത് സാമ്രാജ്യത്തിന്റെ രണ്ടാം തലയാകുന്നതോടെ തന്റേത് ചെറിയ കളിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അവർ. ഭരണകൂടം മാറുമ്പോൾ പ്രതീക്ഷകളേറെയാണ്, വെല്ലുവിളികളുണ്ട്. ബൈഡനും കമലയ്ക്കും മുന്നിലെന്ന് പറയുന്നു സോഫ്റ്റ്വെയർ വിദഗ്ധനായ വിശാഖ് ചെറിയാൻ. ഭരണമാറ്റം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു ഇൻകമിംഗ് പ്രസിഡന്റിനെയും കാത്തിരിക്കുന്ന വെല്ലുവിളികളാണ് പ്രസിഡന്റ് ജോ ബൈഡനെയും കാത്തിരിക്കുന്നത്. നാം എല്ലാവരും വിചാരിച്ചതുപോലെ കോവിഡിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല ജോ ബൈഡന്റെ മുമ്പിലെ വെല്ലുവിളി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതും അമേരിക്കയിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കോവിഡിനെ പിടിച്ചുകെട്ടുമോ ബൈഡൻ? സോഫ്റ്റ്വെയർ വിദഗ്ധനായ മനോജ് കൈപ്പള്ളിക്ക് പറയാനുള്ളതെന്തെന്ന് കേൾക്കാം. വളരെയധികം പ്രതീക്ഷകളാണ് ഈ പുതിയ ഭരണകൂടത്തിൽ അമേരിക്കക്കാർക്കുള്ളത്. പ്രത്യേകിച്ചും അനേകായിരം അമേരിക്കക്കാരുടെ മരണത്തിനിടയാക്കിയ കോവിഡിനെ പിടിച്ച് കെട്ടി നിയന്ത്രിച്ച് അതിൻ്റെ ആഘാതത്തിൽ തകർന്നടിഞ്ഞ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനർസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. അത് പ്രതീക്ഷ മാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേഷന് മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ച് കൂടിയാണ്. കൂടാതെ വിസ ഭാരതത്തിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിനുള്ള വിസയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങൾ ഭാരതത്തിലെ അഭ്യസ്ത വിദ്യരായ പ്രൊഫഷണലുകൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും എന്നുള്ള പ്രതീക്ഷയും പ്രവാസി സമൂഹത്തിന് ഈ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുണ്ട്. ഇന്ത്യ എന്നാൽ പട്ടിണിയും പരിവട്ടവുമുള്ള, രാഷ്ട്രീയ ബോധമില്ലാത്ത, സാംസ്കാരിക മുന്നേറ്റമില്ലാത്ത ജനതയാൽ നിറഞ്ഞ ഒരു ദക്ഷിണേഷ്യൻ രാജ്യമെന്നായിരുന്നു പണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ധാരണ. ബൗദ്ധികമായും ഭൗതികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ ജനതയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒന്നും നേടാനില്ല എന്ന അന്നത്തെ ധാരണയാണ് കാലം മാറ്റിമറിച്ചത്. പല മേഖലകളിലും അമേരിക്കൻ വളർച്ചയുടെ ചാലക ശക്തിയായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അധികമിരുന്ന ഗോതമ്പെടുത്ത് ഇന്ത്യക്ക് നൽകാൻ കാണിച്ച ധാർഷ്ട്യത്തോട് ഹരിത വിപ്ലവം കൊണ്ട് മറുപടി പറഞ്ഞ പാരമ്പര്യം പിന്നീട് പലകുറി ആവർത്തിക്കപ്പെട്ടു. സോഫ്റ്റ്വെയർ രംഗത്തും ആരോഗ്യ മേഖലയിലും വ്യവസായ രംഗത്തുമൊക്കെ വെന്നിക്കൊടി നാട്ടാൻ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനായി. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി ഇന്ത്യക്കാർ പതുക്കെ വളരുകയായിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ഇരുകൂട്ടർക്കും ഗുണപരമായതെന്ന ഒരു വിൻ വിൻ അന്തരീക്ഷം തന്നെ വികസിച്ചു. ഇന്ന് ഇന്ത്യ എന്നാൽ അമേരിക്കയ്ക്ക് വ്യാപാരം ഉൾപ്പെടെ ഓരോ സാമ്പത്തിക ചംക്രമണത്തിലും അനിവാര്യമായി മാറിയിരിക്കുന്നു. മോദി ട്രംപ് കാലം കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകുമോ? ജോ ബൈഡന്റെ അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധം ഉറ്റുനോക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദശകത്തിൽ ഇൻഡോ US ബന്ധത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടായെങ്കിലും ഇന്നും ഔദ്യോഗികമായ ചങ്ങാത്തം ഇന്ത്യ അമേരിക്കയുമായി സ്ഥാപിച്ചിട്ടില്ലെന്നത് കൗതുകമാണ്. ട്രംപിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള സൗഹൃദമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായെന്നത് സത്യം തന്നെയാണ്. ഹൗഡി മോഡിയും നമസ്തേ ട്രംപും മുതൽ പ്രതിരോധ കരാറുകൾ ഒപ്പിട്ടതും ബൗദ്ധിക സ്വത്തിന്റെ കൈമാറ്റവും സുരക്ഷാ മേഖലയിലെ സഹകരണവും ഒക്കെ ഇതിന്റെ ഭാഗമായി കരുതപ്പെടുന്നു. എന്നാൽ ക്യാപിറ്റോളിലെ അക്രമ സംഭവങ്ങളെ അപലപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയതോടെ ആ സൗഹൃദത്തിന്റെ കാലം കഴിഞ്ഞെന്നും ബൈഡൻ ഭരണകൂടവുമായി ചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പരുവപ്പെട്ടെന്നും വിലയിരുത്തലുണ്ടായി. 2019 സെപ്റ്റംബറിൽ ഹ്യൂസ്റ്റണിൽ ഹൗഡി മോദി പരിപാടിയിൽ തടിച്ചുകൂടിയ ഇന്ത്യൻ ജനസഞ്ചയത്തോട് ട്രംപിനെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ലോകം ഇന്നും മറന്നിട്ടില്ല. ഈ ഗ്രഹത്തിന്റെ തൂണിലും തുരുമ്പിലും അറിയപ്പെടുന്ന ട്രംപ് എന്ന് പറഞ്ഞ മോദി ട്രംപിന് ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഏറെയാണ്. തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിന്റെ ആവേശാരവങ്ങൾക്കൊടുവിൽ അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നുവരെ പറഞ്ഞുവെച്ചു മോദി. ഈ ഊഷ്മള സൗഹൃദം ക്യാപിറ്റോൾ അക്രമത്തോടെ ഇല്ലാതായെന്ന സൂചനയാണ് മോദിയുടെ പരാമർശത്തോടെ വ്യക്തമാകുന്നത്. കുടിയേറ്റമാണ് ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം.
H-1B വിസ നിയന്ത്രണം മാറ്റലുൾപ്പെടെ ലളിതമായ കുടിയേറ്റ നയം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപിടി ഇന്ത്യക്കാരുടെ മുന്നിലേക്ക് ബൈഡൻ ഭരണകൂടം വെച്ചു നീട്ടുന്നത് എന്താകാമെന്ന ആകാംക്ഷയും നിലനിൽക്കുന്നു. Friends, we in India have connected well with President Trump. The words of candidate Trump, अब की बार ट्रम्प सरकार. Hedge Brokerage. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, Life Income Annuity. Hedge Brokerage, New York. Phone 516-433-4310. hedgebrokerage@gmail.com. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും. പെർഫെക്റ്റ് ഫിറ്റ് ആകും. ഇത് മൈൻ ഡയമണ്ട് ആണ്, 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻ ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. Promise is a promise. Shantigram Kerala Ayurvedic centers spread across USA, Canada and India. Specialized Ayurvedic consultation for chronic ailments and lifestyle diseases. Authentic Ayurvedic medicines and Panchakarma treatments for arthritis, back and neck pain, slip disc, frozen shoulder, depression, stress, sinusitis, psoriasis, eczema, infertility, for immunity, respiratory care and much more. Visit us at shantigram.us for USA, shantigram.ca for Canada and shantigram.in for India. We at Shantigram are in the mission of spreading the goodness of Ayurveda worldwide. ഇന്ത്യയുടെ സുഹൃത്താകുമോ ബൈഡൻ? ആകുമെന്ന് തന്നെയാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയുമായി സൗഹൃദം സൂക്ഷിക്കാൻ ബറാക് ഒബാമയുടെ വൈസ് പ്രസിഡന്റ് ആകും മുൻപ് തന്നെ വാദിച്ചിരുന്ന പാരമ്പര്യവും ബൈഡനുണ്ട്. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം ശക്തമാക്കുന്നതിനായി സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാനായും പിന്നീട് വൈസ് പ്രസിഡന്റായും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ബൈഡൻ. 2006 US വൈസ് പ്രസിഡന്റ് ആകും മുൻപ് തന്നെ ഇൻഡോ US ബന്ധം നിർവചിച്ച നേതാവാണ് ജോ ബൈഡൻ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് അംഗത്വം നൽകുന്നതിനും പരസ്യ പിന്തുണ US നൽകിയതും ജോ ബൈഡന്റെ കാലത്താണ്. ഒബാമ ബൈഡൻ ഭരണകാലയളവിലാണ് ഇന്ത്യയെ പ്രധാന പ്രതിരോധ പങ്കാളി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. US-ന്റെ പരമ്പരാഗത സഖ്യ സമ്പ്രദായത്തിനെതിരായിരുന്നു ഇത്. വ്യക്തിബന്ധങ്ങളിലൂന്നിയാണോ ഇന്ത്യൻ അമേരിക്കൻ നയതന്ത്രം? വിശാഖ് ചെറിയാന് പറയാനുണ്ട്. അമേരിക്ക ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയോ ഒരു ഭരണകൂടത്തെ ആശ്രയിച്ചല്ല, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, ട്രേഡ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ അധികാരത്തിൽ വരുന്നത് കൊണ്ട് നയതന്ത്ര ബന്ധത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണില്ല. പക്ഷെ ജോ ബൈഡന്റെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അപ്രോച്ച് തീർച്ചയായിട്ടും H-1B മേഖലയിലും ഫാമിലി വിസ മേഖലയിലും ഉള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യയാണോ ഇന്ത്യക്ക് അമേരിക്കയാണോ ആവശ്യം? മനോജ് കൈപ്പള്ളി പറയുന്നു. ഭാരതവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ ഒരു വ്യതിയാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സൈനികപരമായും സാമ്പത്തികപരമായും ശക്തമായ ഒരു ഭാരതത്തെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് കാണുന്നത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ നന്മയ്ക്കുതകുന്ന വിധത്തിൽ തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മനഃശക്തിയും മനക്കട്ടിയും രാഷ്ട്രീയ ബോധവും രാഷ്ട്രബോധവുമുള്ള ഒരു നേതാവിൻ്റെ കീഴിലാണ് ഇന്ന് ഭാരതം. അതുകൊണ്ട് തന്നെ അമേരിക്ക മാത്രമല്ല മറ്റു ലോകരാഷ്ട്രങ്ങളും ഭാരതവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനത്തിന് ഇപ്പോൾ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനൊക്കെ പുറമെ ഒരു കൂട്ടം ഇന്ത്യൻ ഹൃദയങ്ങൾ തുടിക്കുകയാണ്. H-1B വിസ സ്വന്തമാക്കി കടലിനക്കരയെത്തി സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ. പുതുതലമുറയിലെ ശ്യാമള ഗോപാലന്മാർക്ക് ആശ്വാസമാകും ബൈഡന്റെ നയമെന്നാണ് വിശ്വാസം.
ട്രംപ് തടയിട്ട കുടിയേറ്റ നിയന്ത്രണത്തിന് ബൈഡൻ വരുന്നതോടെ അറുതിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കൻ ഡയലോഗിന്റെ വിവിധ എപ്പിസോഡുകളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ഇന്ത്യക്കാർ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കമലാ ഹാരിസ് എന്ന ഉരുക്കു വനിത ഉയരങ്ങളിലെത്തിയത് ഇവർക്കൊക്കെ നൽകിയ പ്രതീക്ഷകൾ ചെറുതല്ല. വളയിട്ട ഇന്ത്യൻ കരങ്ങൾ അമേരിക്കയുടെ ഇന്ത്യൻ ഭാഗധേയമാകുമെന്നതിൽ അമേരിക്കൻ ഇന്ത്യൻ വനിതകൾക്ക് തെല്ലും സംശയമില്ല. തന്റെ പോസിറ്റീവ് എനർജി കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് കമലാ ഹാരിസ് നൽകുന്ന പ്രചോദനം ചെറുതല്ല. കമലാ ഹാരിസിനെ കഴിഞ്ഞ വർഷം ട്രംപ് വിട്ടത് "വി വിൽ മിസ് യു കമല" എന്നാണ്. അന്ന് കമല തിരിച്ചടിച്ചത് "വിഷമിക്കേണ്ട മിസ്റ്റർ പ്രസിഡന്റ്, വിചാരണ വേളയിൽ കാണാമെന്നും." സെനറ്റിൽ ഇംപീച്ച്മെന്റ് തുടർ നടപടികൾ വരിക ട്രംപ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം. ചെയറിന്റെ അധ്യക്ഷ വൈസ് പ്രസിഡന്റായ കമലയാകാനും സാധ്യത. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, കമല വിൽ നോട്ട് മിസ് യു. കമലാ ഹാരിസിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഹ്യൂസ്റ്റണിലുള്ള നമ്മുടെ സ്വന്തം മല്ലപ്പള്ളിക്കാരിയായ ഓണറബിൾ ജഡ്ജ് ജൂലി. As Kamala Harris being the new vice president who will be sworn in on January 2020, I'm excited to see what will the immigrant population do in regard to their future as becoming more involved in our communities, becoming more involved in our politics. I think more and more people will start to run for elected positions. I have had several reach out to me and ask me, how do you campaign? How do you fundraise? What did you do? And so I'm excited to sit down with these folks or have a conversation because it's very important. We need to also play a part in our adopted country, in our new homeland for those who are born here. You know, it's just a natural role to take, and I'm excited for the Indian population to see more and more people that look like us hold office. മലയാളി സംഘടനകളിലെ സജീവ സാന്നിധ്യമായ നിഷ എറിക്കിനും മറിച്ചൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. മെയിൻ സ്ട്രീമില് ഇപ്പം കമലാ ഹാരിസ് വന്നതോടുകൂടെ നമ്മുടെ ഇമിഗ്രന്റ് പോപ്പുലേഷന് വളരെ നല്ലൊരു കാര്യമാണ് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറുക എന്ന് പറയുന്നത്. കമലാ ഹാരിസ് ഇസ് ദ ഫസ്റ്റ് colored woman to be a vice president in all of the US history. സോ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടം പോലെ ചെറുപ്പക്കാര് പോളിറ്റിക്സിൽ കയറാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് കമലാ ഹാരിസ് കൊണ്ടുവരുന്ന ആ കോൺഫിഡൻസ് ആൻഡ് ഹിസ്റ്ററി, ആൻഡ് ദ ഹിസ്റ്ററി ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി പുള്ളിക്കാരത്തെയും her niece has actually written a book for little children too, with so much of empowerment in it. ആരോഗ്യ മേഖലയിൽ നിന്നുള്ള താരാ സാജനും പ്രതീക്ഷയിലാണ്. If you ask how far Kamala Harris, our vice president-elect, can influence, I think there can be some influence. And we don't be surprised, like if you see many women candidates running for the office in the next term. And appropriately, like if we say there were a lot more numbers of Indians running for the office this term. And we have our own Kevin Thomas, who is a Malayali. He is our senator from New York. So we might find many more coming up in the next term. And Kamala Harris, her influence, more of immigrant, I think it should be on women candidates, and she can be a great influence among the women. And there are many candidates from the immigrant itself that might be running for the office. And hopefully we will wait and watch and how it's progressing. And by the end of 4 years, we will be able to see how far she was able to influence the what to say, like the people out here. ഇവർ ഓരോരുത്തരും ഇനിയും ഒട്ടേറെ ഇന്ത്യൻ വനിതകൾ പുതുപുലരിയിലെ അമേരിക്കയുടെ തലപ്പത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ തന്നെയാവട്ടെ. ജോ ബൈഡന്റെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അമേരിക്കയുടെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. 24 USAയും അതേ വാക്കുകളിൽ തന്നെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. കീപ് ദ ഫെയ്ത്ത്, ജോയ്. 24 USA wishes all the best to the new administration. Thank you. Every time I walk out of my grandpa's house up in Scranton, he'd yell, "Joey, keep the faith." And my grandma, when she was alive, yelled, "No, Joey, spread it.
Keep the faith, guys. We're going to win this. Thank you, thank you, thank you. Hedge Brokerage. Life insurance with long-term care. Disability income. Business overhead expense disability insurance. 10-pay life insurance. Estate planning. Advantage Index Universal Life S&P 500. Life income annuity. Hedge Brokerage. New York. Phone 516-433-4310. hedgebrokerage@gmail.com. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും. പെർഫെക്റ്റ് ഫിറ്റ് ആകും. ഇത് മൈൻഡ് ഡയമണ്ട് ആണ്. 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻഡ് ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. Promise is a promise. Shantigram Kerala Ayurvedic centers spread across USA, Canada, and India. Specialized Ayurvedic consultation for chronic ailments and lifestyle diseases. Authentic Ayurvedic medicines and Panchakarma treatments for arthritis, back and neck pain, slip disc, frozen shoulder, depression, stress, sinusitis, psoriasis, eczema, infertility, for immunity, respiratory care, and much more. Visit us at shantigram.us for USA, shantigram.ca for Canada, and shantigram.in for India. We at Shantigram are in the mission of spreading the goodness of Ayurveda worldwide.